എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപാഠിയും സുഹൃത്തും ഒക്കെയായ അജയൻ, അദ്ദേഹത്തെ ഒരല്പം മാനസികമായി ബുദ്ധിമുട്ടിച്ചതിലുള്ള ഒരു ക്ഷമാപണം. ഒപ്പം ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്നവരെ, ഞാൻ കുറേ അധികം പരിശ്രമിച്ചിട്ടാണ് എൻ്റെ നിശ്ചയിച്ച വാഹനം മിസ്സായിപ്പോയി. അങ്ങനെ പകരം ഒരു വാഹനമൊക്കെ അറേഞ്ച് ചെയ്താണ് എത്തിയത്. ക്ഷമിക്കണം. ഞാൻ ആമുഖമായി ഒന്നും തന്നെ പറയുന്നില്ല. വളരെ നിറഞ്ഞ, ഇവിടെ അജയൻ പറഞ്ഞതുപോലെ, ഒരു പുതിയ സാംസ്കാരിക പരിസരം സൃഷ്ടിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. ആ ബാധ്യത അജയനെ പോലൊരാൾ വള്ളിക്കാവിൽ എസ്മോ ആർട്ട് അക്കാഡമി ഏകദേശം 1.5 വർഷം മുമ്പ് ആരംഭിക്കുമ്പോൾ, അന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവും, അവിടെ ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും അജയൻ്റെ നേതൃത്വത്തിൽ നിരവധി കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഇവിടെ ഈ നാഗമ്പടം മേഖലയെ ഒരു വ്യത്യസ്തമായ ആവിഷ്കാരമാക്കി മാറ്റാനുള്ള ഒരാശയം ദീർഘകാലമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കേന്ദ്രസ്ഥാനം എന്ന നിലയിൽ ഈ എടാട്ട് ക്ഷേത്രം, ഇതിൻ്റെ ബഹുമാന്യനായ ശ്രീ അരുൺ വാസുദേവ് അജയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലം അങ്ങേയറ്റം സന്മനസ്സോടുകൂടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങളെല്ലാമായി, പക്ഷേ ഇതിൻ്റെ ആത്മീയ സാഹചര്യം നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഉദ്ഘാടനം മനോഹരമായി നടന്ന് അതിന് ഒരു അനുസ്യൂതമായ വികാസം സൃഷ്ടിക്കുവാനുള്ള ഒരു സ്ഥൈര്യം, ഒരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ സ്ഥൈര്യം, സ്ഥിരത, അതാണ് നമ്മളെ മാറ്റുരയ്ക്കുന്നത്. അതിന് നിങ്ങളെല്ലാവരും അജയനോടും ഒപ്പം ഈ എസ്മോ അക്കാഡമിയോടും സാംസ്കാരിക സമൂഹത്തോടും ഒപ്പം ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഞാൻ ഒരു 17 വയസ്സിൽ ചിത്രകല പഠിക്കാൻ പോകുമ്പം വള്ളിക്കാവിൽ നിന്ന് ചോറുകൂതിയൊക്കെ ആയിട്ട് അജയനും ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് മാവേലിക്കര രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിച്ചത്. അന്ന് മുതലേ അജയൻ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിൻ്റെ ആളാണ്. അദ്ദേഹം ഇവിടെ DC ബുക്സിൽ ദീർഘകാലം ഡിസൈനറായി സേവനമനുഷ്ഠിച്ചു. ഇന്നിപ്പോൾ അദ്ദേഹം ഒരു രോഗത്തോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിത്യവിസ്മയമാണ് അജയൻ. കാരണം പലപ്പോഴും വിളിക്കുമ്പോൾ എന്നോട് പറയും, എടാ നീ ഇഷ്ടം പോലെ സംസാരിച്ചു, ഞാനിപ്പോൾ കീമോ എടുത്തിട്ട് റെസ്റ്റ് എടുക്കുക, അതുകൊണ്ട് എനിക്കിഷ്ടം പോലെ സമയമുണ്ട്, സംസാരിച്ചോളാൻ പറയും. അപ്പോൾ അത്തരം സാഹചര്യമൊന്നും ഒരു സാംസ്കാരിക പോരാളി എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അജയനെ ബാധിക്കുന്നില്ല. അപ്പോൾ അതൊരു മാതൃകയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഉപക്രമമായി ഒന്നും തന്നെ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും യാതൊരു ഭൗതിക നേട്ടവും നോക്കാതെ കലയെയും സംസ്കാരത്തെയും തദ്വാര സാമൂഹ്യ കൂട്ടായ്മകളെയും ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ ദത്തശ്രദ്ധരായ ഒരു പിടി ആൾക്കാർ ഇന്നത്തെ സമൂഹത്തിൽ നിൽക്കുന്നു. പണ്ട് മഹാകവി കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിൽ പറഞ്ഞ പോലെ, ദ്വീപുകളുണ്ട് സിന്ധുവിൽ എന്ന് അദ്ദേഹം പറഞ്ഞ പോലെ, ഇരുട്ടിൽ നക്ഷത്രങ്ങളുണ്ട് എന്നതുപോലെ കരകാണാ കടലിൽ അങ്ങിങ്ങ് ദ്വീപുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ, ഇത്തരം സാംസ്കാരിക തുരുത്തുകൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറ അവർക്ക് പ്രവർത്തിച്ച് മുന്നേറാനുള്ള ഒരു വഴിയും ഒരു ലക്ഷ്യവും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്ന് ആമുഖമായി ആശംസിച്ചുകൊണ്ട്, എത്രയും ബഹുമാന്യനായ, ഒരുപക്ഷെ കേരളത്തിൻ്റെ വായനാ ലോകത്ത് എത്രയോ കാലത്തെ ഒരു ഉറച്ച സ്ഥാപനം, ആ സ്ഥാപനത്തെ കാലോചിതം പരിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിൻ്റെ ഇന്നത്തെ നായക സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ രവി DC സാർ, അദ്ദേഹം തീർച്ചയായിട്ടും ഇങ്ങനൊരു സ്ഥാപനമില്ലായിരുന്നെങ്കിൽ നമുക്കറിയാം, കേരളത്തിൻ്റെ ആധുനിക സാഹിത്യകാരന്മാരെല്ലാം MB പോളിനെ പോലുള്ള നിരൂപകർ, വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ള ആൾക്കാർ ഇവിടെ തന്നെ താമസിച്ച്, പൊൻകുന്നം വർക്കിയെപ്പോലുള്ള ആൾക്കാർ, തകഴിയെപ്പോലുള്ള ആൾക്കാർ, ഇവരുടെയൊക്കെ വിശ്വസാഹിത്യത്തിന് അതിൻ്റെ
മാൻസ്ക്രിപ്റ്റായി ഇരുന്നിരുന്നെങ്കിൽ അത് ചെതലിന് തീനായി തീരും വരെയും എന്ന് പണ്ട് അയ്യപ്പ പണിക്കർ പറഞ്ഞ പോലെ ചെതലിന് തീനായി പോയി അത് വിസ്മൃതിയിൽ പോകും. പക്ഷേ അതിനെ അച്ചടി മഷി പുരട്ടി വായനാ ലോകത്തേക്ക് എത്തിച്ച കേരളത്തിൻ്റെ ആധുനിക സാംസ്കാരിക ബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ അജയനോട് വളരെയധികം കടപ്പെട്ടിട്ടുള്ള ശ്രീ രവി DC ഇതിൻ്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയതിലുള്ള സന്തോഷം നിങ്ങളോടൊപ്പം ഞാനും പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തെ അത്യാദരപൂർവം ഈ എസ്മോ ആർട്ട് അക്കാഡമിയുടെ ഈ പരിശീലന കളരിയുടെ ഉദ്ഘാടകൻ സർവ്വതാ അദ്ദേഹം അതിന് യോഗ്യനാണ് എന്ന് 100% സമ്മതിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.